ഇപ്പോൾ ഈ റിഗിൽ അല്ലെങ്കിൽ റിഫൈനറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എഡ്യൂക്കേഷൻ നമ്മൾക്ക് ആക്ച്വലി 10th പാസ്സായിട്ടുള്ള ഒരാൾക്ക് നമ്മളുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് വരാവുന്നതാണ്. കാരണം നമ്മളുടെ ഓഫ് ഷോറിൽ വർക്ക് ചെയ്യുമ്പോൾ റോസ്റ്റ് ബോട്ട് എന്നുള്ള പൊസിഷനിൽ അവർ ചോദിക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ 10th ആണ്. സോ മിനിമം ക്വാളിഫിക്കേഷൻ 10th മതി. 10th +2 ITI ഡിപ്ലോമ BTech MTech അങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസിലെ ആൾക്കാർക്ക് നമുക്ക് ഈ ഫീൽഡിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ 10th കഴിഞ്ഞ ആൾക്കാർ കയറുന്ന ജോബ് എന്തായിരിക്കും? 10th കഴിഞ്ഞാൽ ആക്ച്വലി റോസ്റ്റ് ബോട്ടായിട്ടായിരിക്കും കയറാൻ പറ്റുന്നത്. പിന്നെ അങ്ങനെ അവർ അവിടെ നിന്ന് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ട് അസിസ്റ്റൻറ്റ് ഫ്ലോർമാനായി പിന്നെ അസിസ്റ്റൻറ്റ് ഡ്രില്ലിങ് അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസിലേക്ക് നിന്ന് എക്സ്പീരിയൻസ് ആക്കി വരാവുന്നതാണ്. ഒരു BTech ഗ്രാജുവേറ്റ് ആണെങ്കിൽ നമ്മൾക്ക് ആക്ച്വലി ഓഫ് ഷോറിൽ വരുമ്പോഴേക്കും അവിടെ റോസ്റ്റ് ബോട്ടായിട്ട് തന്നെ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ കമ്പനീസ് അവർ എക്സാംസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴേക്കും നമ്മളത് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സാലറി ബേസ് ആണെങ്കിലും പൊസിഷനിൽ ആണെങ്കിലും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്.